4 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുക. ഒന്നാമത്തേത് ജഹദുൽ ബലാ, കടുത്ത പരീക്ഷണമാണ്. രണ്ടാമത്തേത് ദർഖുൽ കനത്ത ദുരിതമാണ്. മൂന്നാമത്തേത് സൂഉൽ ഖലാ, അല്ലാഹുവിന്റെ വിനാശവിധിയാണ്. നാലാമത്തേതോ വസമാഅത്തുൽ അഅദാ, അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു വിധി വരുമ്പോൾ നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ യാതനകളും നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളും ശാരീരികമായ നമ്മുടെ വേദനകളും മാനസികമായ വ്യഥകളും നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളും കാണുമ്പോൾ കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, നാട്ടുകാര്, വീട്ടുകാര്, കുടുംബക്കാര് ഇവരെല്ലാം ചിരിക്കുന്നൊരു സാഹചര്യം വരുത്താറ് നിങ്ങളെ കാക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, വളരെ സുദീർഘമായ വിശദീകരണങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഹദീസാ അല്ലാഹുവിന്റെ റസൂല് ആദ്യവും രണ്ടാമതായി പറഞ്ഞത് ഞാൻ ഒരുമിച്ച് പറയുകയാണ്. കടുത്ത പരീക്ഷണവും കനത്ത ദുരിതവും നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് അല്ലാഹു ഏതെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവേ, ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിലല്ല, ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലും തമ്പുരാനെ, സഹിക്കാൻ പറ്റാത്ത ശരീരത്തിന്റെ വേദനകളാണ്, സഹിക്കാൻ പറ്റാത്ത ശാരീരികമായ വേദനകളാണ് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കഠിനമായ ക്യാൻസർ രോഗം പിടിപെടുമ്പോൾ, വല്ലാത്ത ദുരിതം പിടിപെടുമ്പോൾ, ട്യൂമർ ബാധിച്ചിട്ട് നമ്മുടെ രോഗം നമ്മളെ കാർന്നു തിന്നുമ്പോൾ, ഷുഗർ ബാധിച്ചിട്ട് കണ്ണ് കാണാൻ കഴിയാറ്, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാറ്, അതല്ലെങ്കിൽ ശരീരത്തിൽ വന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേരിൽ കിടക്കാനും ഇരിക്കാനും നിൽക്കാനും നടക്കാനും കഴിയാറ് സങ്കടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, അല്ലാഹുവേ, എന്തോ ഒരു പരീക്ഷണമാണ്, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പോകുമല്ലോ. ഇട്ടുമൂടാനുള്ള കടബാധ നമ്മളെ തലയ്ക്ക് മീതെ വരുമ്പോൾ, കടം നമ്മളെ വല്ലാതെ വരിഞ്ഞെന്ന് മുറുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പടച്ചവനെ, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. മനസ്സ് തളർന്നു പോകുന്ന സന്ദർഭം വരുമ്പോൾ, മനസ്സിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വ്യഥകളും ഹൃദയവുമായി കഴിയുമ്പോൾ, ആ സമയത്തൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, പടച്ചവനെ, മരിച്ചു പോയിരുന്നെങ്കിലും. ഇത് ജീവിതത്തിൽ അഭിമുഖീകരിക്കാത്തവർ നന്നേ ചുരുക്കമാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യവും രണ്ടാമതാകത്ത് പറഞ്ഞ ജഹദുൽ ബലാഉം ദർഖുശഖാഉം എന്ന് പറഞ്ഞാൽ അല്ലാഹു തരുന്ന കടുത്ത പരീക്ഷണങ്ങള്, കനത്ത ദുരിതമുണ്ടല്ലോ. ആ ദുരിതം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കിന്നേ വരെ വന്നിട്ടില്ല. എത്ര പ്രയാസം വന്നാലും അതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലെ കടന്നു പോയിട്ടുണ്ട്. അതുപോലത്തെ ഒരു മഹരിയ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ഞാൻ പറഞ്ഞ അതേ ഭാഷയിൽ മരണത്തെ കുറിച്ച് പോയൊരു വനിതയുണ്ട്. ആരെന്നറിയോ? ദമാസ്ക് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിചാരികയായിരുന്ന, മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഇസ്രായേലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരികയായിരുന്ന അവിടുത്തെ ഇമാമായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളായ ബീവി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ട് ധ്യാന നിമഗ്നയായിരിക്കുന്ന സമയത്ത്, അല്ലാഹുവിന് വേണ്ടിയിട്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതാ ജിബ്രീൽ മാലാഖ കടന്നു വരികയാ. ജിബ്രീൽ മാലാഖ കടന്നു വന്നിട്ട് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് അവർ ഗർഭിണിയാവുകയാ. ആ സമയത്ത് ആളുകൾ പറയാൻ തുടങ്ങി, മറിയമേ, നിനക്ക് എന്ത് പറ്റി? നിന്റെ വാപ്പ ഇങ്ങനത്തെ ആളല്ലായിരുന്നല്ലോ, നിന്റെ ഉമ്മ ഇങ്ങനത്തെ ആളല്ലായിരുന്നല്ലോ, നിന്റെ സഹോദരങ്ങൾ ഇങ്ങനെ സ്വഭാവദൂഷ്യമുള്ളവരല്ലല്ലോ, നിനക്ക് എവിടെന്നാണ് ഗർഭം? പറപ്പെണ്ണേ മറിയമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചതമ്പുരാനെ പരീക്ഷിക്കുകയാ. കാരണം തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ലല്ലോ, കഴുത്തിൽ ചോടുന്ന മാല, കയ്യിലണിയുന്ന വളകള്, ഇതെല്ലാം തീയിൽ കാച്ചിയെടുത്ത സ്വർണത്തിന്റെ മനോഹാരിത കാത്തു സൂക്ഷിക്കുന്നതാണല്ലോ. ഏതെങ്കിലും പെർഫ്യൂം ഷോപ്പിലേക്ക് കടന്നു പോയാൽ ചില്ലുകൂടാരത്തിൽ ചില്ലുകൂട്ടിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഊതിന്റെ തടികളുണ്ടല്ലോ, 1 കിലോ
10 ലക്ഷം രൂപ വിലയുള്ള തടികളുണ്ട്, 1 കിലോയ്ക്ക് 1 ലക്ഷം രൂപ വിലയുള്ള തടികളുണ്ട്. അതെല്ലാം എടുത്ത് മണത്തു നോക്കിയാൽ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന്റെയും പ്ലാവിന്റെയും മാവിന്റെയും മണം തന്നെയാണ്, മണം വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ അല്പം തീയൊന്ന് കൊടുത്തു നോക്കണം, അതിലേക്ക് തീയൊന്ന് കൊളുത്തി വെച്ച് നോക്കിയാലാണ് അതിന്റെ മണമറിയുക. അതിന് വേദനിച്ചപ്പോഴാണ് അതിന്റെ തനിക്കുണം പുറത്തേക്ക് വന്നത്. പരീക്ഷണങ്ങൾ അല്ലാഹു തരുന്നത് നമ്മുടെ ഈമാന്റെ മാറ്റുകൂട്ടാനാ. ആ പരീക്ഷണങ്ങൾ അല്ലാഹു തരുമ്പോൾ മറിയം ബീവിക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് പടച്ചതമ്പുരാന് ഗർഭം കൊടുത്തിട്ട് അടുത്ത സെക്കൻഡിൽ പ്രസവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. ആളുകൾ മുഴുവനും സ്തുതിപാഠകരായേനെ, ആളുകൾ മുഴുവനും മദ്ഹ് പറഞ്ഞുകൊണ്ട് നടന്നേനെ. പക്ഷേ സാധാരണ ഈ പോത്തുംകോട്ടത്തെയും അതുപോലെ തന്നെ ഈ പൂലമ്പറയിലെയും പെണ്ണിനെ പോലെ പേറ്റുനോവ് അനുഭവിക്കുകയാ, മാസം തികഞ്ഞ് പ്രസവിക്കുകയാ. ആ പ്രസവിക്കുന്ന സമയത്താണ് പിന്നീട് ഈസാ നബി അലൈഹിസ്സലാം എന്ന പൊന്നുമോനെ വിളിച്ചു പറഞ്ഞത്, എന്റെ ഉമ്മയെ നിങ്ങൾ തള്ളിപ്പറയല്ലേ, എന്റെ ഉമ്മയെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ, വിമർശിക്കല്ലേ. പ്രിയപ്പെട്ട ഉമ്മ നിരപരാധിയാ. ജിബ്രീൽ എന്ന മാലാഖ ഗർഭം ധരിപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ. അതിലൂടെ ഞാൻ സന്താനമായി സന്തതിയായി ഞാൻ പിറന്നപ്പോൾ അല്ലാഹു എനിക്ക് നുബുവത്ത് തരുന്നതാണ്, ഹിക്മത്ത് തരുന്നതാ. തൊട്ടിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഗർഭമുണ്ടായി. ആളുകൾ ആക്ഷേപത്തിന്റെ ശരങ്ങൾ എറിയുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ ആ മസ്ജിദിന്റെ പരിശുദ്ധമായ ദമാസ്കസ്, ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തെ പള്ളിയുടെ ഓരത്ത് ഈ ഇന്തപ്പനയിലെ ചാരി ഇരുന്നു കൊണ്ടവര് പറഞ്ഞ വാക്കെന്തെന്നറിയോ? സൂറത്തുൽ മറിയമെടുത്ത് പരിശോധിച്ചാൽ അതിൽ വ്യക്തമായി കാണാം. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുപോയി, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ആളുകൾ എന്നെ പറ്റി ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയുന്നതിന് മുമ്പ്, ആളുകളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് പ്രസവിക്കുന്നതിന് മുമ്പ്, അല്ലാഹുവേ ഞാനൊന്ന് മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു തമ്പുരാനെ. വിശുദ്ധമായ ഖുർആൻ മരണത്തെക്കുറിച്ച് ഒരു മഹദിയുടെ കഥ പറഞ്ഞു തരികയാ. അല്ലാഹു ഇടപെട്ടിട്ട് പറയുന്നു, മറിയമേ, അല്ല, നീ ഇരിക്കുന്ന ഈന്തപ്പനമൊന്ന് പിടിച്ചു കൊടുക്കുമോ, നിലത്ത് വീഴുന്ന ഈത്തപ്പഴമൊന്ന് പറക്കി തിന്നുമോ, അരുവിയിൽ ചെന്ന് വെള്ളം കോരിയിട്ട് കുടിക്കുമോ, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല, ഒരു പ്രയാസവും വരില്ല. ഇത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കുദ്ധരിക്കുമ്പോ, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ വിസ്മരിക്കപ്പെട്ടവളായിരുന്നെങ്കിൽ, നസിയം മൻസിയ എന്ന് പറഞ്ഞാൽ കൃത്യം ഞാൻ വിസ്മരിക്കപ്പെട്ടവളായേനെ, കൃത്യം ഞാൻ വിസ്മരിക്കപ്പെട്ടവളായി മാറിയേനെ. ആളുകൾ എന്നെ പറ്റി ഒന്നും പറയാത്തൊരവസ്ഥയിലേക്ക് ഞാൻ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയേനെ. ഇതാരാണ് കൊടുത്തത്? ഈസാ നബിക്ക് ജന്മം നൽകിയ ബീവി മറിയമാണ് കൊടുത്തതെങ്കിൽ, സ്വർഗ്ഗ സ്ത്രീകളുടെ നേതാവെന്ന് പിൽക്കാലത്ത് റസൂലുള്ള പഠിപ്പിച്ച മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രാർത്ഥനയാണെങ്കിൽ, പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും താങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ നമ്മൾ പറഞ്ഞു പോകും, പടച്ചവനെ ഒന്ന് മരിച്ചുപോയെങ്കിൽ, നമ്മളൊന്നും മരിച്ചുപോയെങ്കിലെന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുപോയി. നിങ്ങൾ ആലോചിച്ചേ, വേണമെങ്കിൽ അല്ലാഹുവിന് 1/2 സെക്കൻഡ് കൊണ്ട് ഗർഭം ധരിപ്പിച്ചിട്ട്, 1/2 സെക്കൻഡ് കൊണ്ട് പ്രസവിപ്പിച്ചിട്ട്, 1/2 നിമിഷം കൊണ്ട് ഈസാ നബിയെ കൊണ്ട് പറയിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അല്ലാഹു ചെയ്യാത്തത് എന്താണ്? മറിയം ബീവിക്ക് പരീക്ഷണം അല്ലാഹു തആല കൊടുത്തു. ആ പരീക്ഷണം അങ്ങോട്ട് താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ മറിയം ബീവി പറഞ്ഞു, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചോനെ, ഞാനങ്ങ് മരിച്ചെങ്കില്, പ്രസവിക്കും മുമ്പ് ഞാനങ്ങ് മരിച്ചെങ്കില്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും സ്വാലിഹത്തായ ഒരു പെണ്ണ്, ആ പെൺകുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഹന്നാ ബീവി എന്ന ഉമ്മ ഗർഭിണിയായ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു മകനുണ്ടായാൽ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലത്തേക്ക് നേർച്ച നേടുകയാ, എന്റെ മകനെ ഞാൻ പള്ളിയിലത്തേക്ക് വേണ്ടി നേർന്നു വിടുക. പക്ഷെ
പക്ഷേ പ്രസവിച്ചപ്പോ ഒരു പെൺകുട്ടിയായി പോയി. പക്ഷേ അവരുടെ ആഗ്രഹത്തിനപ്പുറത്ത് അല്ലാഹു അന്തേവാസിയായി പരിചാരികയായി സക്കരിയ നബിയുടെ സംരക്ഷണയിൽ കഴിയുന്നവരായി മറിയം ബീവിയെ പ്രായപൂർത്തി എത്തുന്നത് വരെ മസ്ജിദുൽ അഖ്സയിൽ തന്നെ അല്ലാഹു തആല പാർപ്പിച്ചു. നല്ല അദബ് പഠിപ്പിച്ചു കൊടുത്തു. കൊച്ചാപ്പാണല്ലോ ഉമ്മാടെ അനിയത്തി കെട്ടിയാക്കുന്ന ആളാ സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിയുന്നതിനിടയിലാണ് ഒന്ന് മാറി ഒറ്റക്കിരുന്ന്, ആ സമയമായപ്പോ ഒറ്റക്കിരിക്കേണ്ട പ്രായമായപ്പോ ഒറ്റക്കിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് മക്കാനൻ ശർഖിയ ഒരു കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ട് അവരിങ്ങനെ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ വരുന്നത്. കഥ അറിയല്ലോ. നിങ്ങൾ ആലോചിക്കണം, കഠിനമായ പരീക്ഷണങ്ങളുടെ നടുവിൽ അവർ ദുആ ചെയ്തു പോയി, പടച്ചവനെ ഞാനൊന്നും മരിച്ചെങ്കിലെന്ന്. ഖുർആൻ ആയത്തിറക്കിയിട്ട് പറഞ്ഞു അവർ നിരപരാധിയാണ്. ഇന്ന് മറിയം ബീവിയുടെ നിരപരാധിത്വം, മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഒരിക്കലും വ്യഭിചാരിണിയല്ല എന്ന് ലോകം മുഴുവനും വിളിച്ചു പറയാൻ. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്ക്, ശ്രദ്ധിച്ച് കേൾക്ക്. മറിയം ബീവിയുടെ നിരപരാധിത്വം, ഭർത്താവില്ലാതെ ഗർഭിണിയായതിന് മറിയം ബീവി നിരപരാധിയാണ്, ദിവ്യ ഗർഭമാണ് എന്ന് ലോകത്ത് സകല ഫാസിസ്റ്റുകളും പറയുന്നുണ്ട്, ലോകത്ത് സർവ്വ നിരീശ്വരവാദികളും പറയുന്നുണ്ട്, ലോകത്ത് സർവ്വ തീവ്രവാദികളും പറയുന്നുണ്ട്, മിതവാദികളും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവരെ ആദരിച്ചിട്ട് ഒരേ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായം അവതരിപ്പിച്ചത് മറിയം ബീവിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവിയുടെ പേരില് ഒരു അധ്യായം അവതരിപ്പിച്ച വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. വേറെ സൂറത്ത് ഫാത്തിമ നിങ്ങൾ കണ്ടോ? സൂറത്ത് ഖദീജ ബീവിയാണല്ലോ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ നബിതങ്ങൾക്ക് താങ്ങായി നിന്നത്. സൂറത്ത് ഖദീജ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നബിതങ്ങളുടെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. സൂറത്ത് ഫാത്തിമയുണ്ടോ? നബിതങ്ങളുടെ പ്രേമഭാജനമാണ് സയ്യിദത്തുന ആയിഷ. ഏതെങ്കിലും ഒരു അധ്യായത്തിന് ആയിഷ എന്ന സൂറയുണ്ടോ? ഇല്ല. ഒരേ ഒരു അധ്യായം ഒരു സ്ത്രീയുടെ പേരിൽ ഉണ്ടെങ്കിൽ അത് മറിയം ബീവിയാണ്. 4 വര വരച്ചു അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ട് പറഞ്ഞു ഇത് ഖദീജ. രണ്ടാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് ഫാത്തിമ. മൂന്നാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് ആസിയ. നാലാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് മറിയം. എന്ന് പറഞ്ഞാൽ ഈ 4 സ്ത്രീകളാണ് സകല സ്ത്രീകളുടെയും നേതൃത്വം. എവിടത്തെ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ. അള്ളാന്റെ സ്വർഗത്തിൽ സ്ത്രീകൾക്ക് നേതാക്കന്മാരാരാ? കുടുംബശ്രീയുടെ പെണ്ണുങ്ങളല്ല, സെക്രട്ടറി അല്ല, അവരുടെ നേതാവാരാണ്? 4 നേതാക്കന്മാരെ സ്വർഗത്തിൽ സ്ത്രീകൾക്കുള്ളൂ. കാറ്റഗറിയാണ്, ഓരോ വിഭാഗമാണ്. യുവാക്കൾക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആലോചിച്ചു നോക്കൂ, ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇത്രത്തോളം വിശുദ്ധയായി പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആൻ ലോകം മുഴുവനും സമ്മതിക്കുന്നു ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾക്ക് കേൾക്കണോ? മറിയം ബീവി വ്യഭിചാരിണിയാണ്, നമ്മുടെ നാടൻ ഭാഷയിൽ അല്ലാഹു കാക്കട്ടെ വേശ്യയാണ് എന്ന് പറയുന്ന ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ ഖൗമേ ഉള്ളൂ. ആരെന്നറിയോ? ആരാ? ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂത പിശാചുക്കൾ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികൾ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ, ഇസ്രായേൽ ജൂത പരിശകൾ. മറക്കത്തുണ്ടോ ആ മുഖത്ത് നോക്കിയ പന്നിയുടെ കോലമല്ലേ ഇസ്രായേലിന്റെ ആളുകൾ? പന്നിയുടെ കോലം. ഞാൻ പറയുന്ന ഭാഷ മാറ്റണം തോന്നിപ്പോകുന്നോ? പന്നി ഖുർആൻ പറഞ്ഞതാ ഖിൻസീർ എന്ന്. അതിന് മലയാളത്തിൽ പന്നി എന്ന് തന്നെ ഉള്ളൂ. ഇനി ബഹുമാനപ്പെട്ട പന്നി എന്ന് പറയാൻ പറ്റൂലല്ലോ. നിങ്ങൾ ആ ഇസ്രായേൽ പട്ടാളത്തിന്റെ ഫോട്ടോ എടുത്തു. ഇതിന്റെ പേര് തീവ്രവാദിയാണെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. ഇസ്രായേലിനെ പന്നി എന്ന് വിളിച്ചതിന്റെ പേരിൽ ജയിലിൽ. നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. നിങ്ങൾ കൈ ഒഴിഞ്ഞോളി. മൊയ്ലിയാർ എന്തോ എന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങൾ ഉത്തരവാദിയല്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. കാണാൻ ബറക്കത്തുണ്ടോ? എന്ത് വൃത്തികെട്ട കോലമായത്. അതേസമയം നിങ്ങൾ നോക്ക്, ഫലസ്തീന്റെ മക്കളെ മുഖത്ത് നോക്കിയ പിന്നെ നമുക്ക് സൂര്യനും ചന്ദ്രനും നോക്കേണ്ടി വരൂല. അറബികൾ ഏറ്റവും സുന്ദരന്മാരാ ഫലസ്തീനികൾ. ഈ ജൂതന്മാരുണ്ടല്ലോ ഇപ്പോഴും പറയാണ്, ഞാൻ ഇനി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്നാൽ, ബെന്യാമിൻ നെതന്യാഹുവിന്റെ ആളുകൾ ഇപ്പോഴും ജോ ബൈഡന്റെ ആളുകളെ കാണുമ്പോ പറയും നിങ്ങളുടെ നേതാവ് ഈസാ ജാരസന്ധരിയാണ്, മറിയം വ്യഭിചാരിണിയാണ് എന്ന് പറയും. അപ്പോഴും നമ്മളെന്താ പറയുന്നത്? നമ്മളെന്ന് പറഞ്ഞാൽ ഐ മീൻ ഗസ, ഫലസ്തീൻ, ഹമാസ്. അവരെന്താ പറയുന്നത്? മറിയം റളിയല്ലാഹു അൻഹ
അപ്പൊ മറിയം എന്ന് കേൾക്കുമ്പോ വ്യഭിചാരിണി എന്ന് പറയുന്ന ഇസ്രായേലികൾ, മറിയം എന്ന് കേൾക്കുമ്പോ അലൈഹസ്സലാം എന്നോ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഫലസ്തീനികളെ അടിക്കാൻ അമേരിക്ക കൂട്ടുനിൽക്കുന്നത് ജാരസന്ധരി എന്ന് വിളിക്കുന്ന ഇസ്രായേലിനോടൊപ്പം. അതാ നമ്മൾ പറയുന്നത് ഇവനൊന്നും മനുഷ്യനല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയല്ലെങ്കിൽ ഹമാസിന്റെ മക്കളായി ഫലസ്തീന്റെ മക്കള് മറിയം എന്ന യുദ്ധത്തിനിടയിൽ വിളിച്ചു പറയണം. യുദ്ധത്തിനിടയിൽ മറിയം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇസ്രായേൽ പറയും. അമേരിക്കയാണ് വിമാനവാഹിനി കപ്പൽ കൊടുത്തത്, അമേരിക്കയാണ് ബോംബ് കൊടുക്കുന്നത്, അമേരിക്കയാണ് മിസൈൽ കൊടുക്കുന്നത്, അമേരിക്കയാണ് എല്ലാം കൊടുക്കുന്നത്. ഈ അമേരിക്കക്കാരന്റെ നേതാവായ അല്ലെങ്കിൽ ദൈവമായ യേശുവിന്റെ അമ്മയായ മറിയം എന്ന് പറയുമ്പോ ഇപ്പുറത്ത് അടികൊള്ളുന്ന ഫലസ്തീനി മക്കൾ വിളിക്കും റളിയല്ലാഹു അൻഹ, അടിക്കുന്ന ജൂതന്മാര് പറയും വ്യഭിചാരിണി. ആലോചിച്ച് നോക്കി നിങ്ങൾ. തിരിച്ചറിവുണ്ടവനൊക്കെ, ബോധമുണ്ടവനൊക്കെ, ബോധം വല്ലതും ഉണ്ടോ? ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് ഉണർത്തിയതാണ് എന്ന് മാത്രമേ ഉള്ളൂ. വീട് നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും 22 പേരെ കൊന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അള്ളാഹു നമ്മുടെ സമുദായത്തിന്റെ ഇസ്സത്തിനെ അള്ളാഹു കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ അടയാളമാകുന്ന ഖുദ്സ്, അത് മുസ്ലിം ഉമ്മത്തിന്റെ കൈകളിൽ അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. ആത്മാർത്ഥമായി നമുക്ക് ദ്വാരക്കാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറിയം ബീവി റളിയല്ലാഹുവിനെ കൊതിച്ചുപോയി ഒന്ന് മരിച്ചെങ്കിലെന്ന്. പരീക്ഷണമെന്ന് നമ്മളും പറഞ്ഞു പോകും. ഒരു ഹദീസ് കേട്ടോ. ഇവിടെ എവിടെ നിങ്ങളുടെ ഖബർ എവിടെയാണ്? ഈ മഹല്ലാരുടെ പോത്തൻകോട, ചെറുവല്ലി, പോത്തൻകോടും ചെറുവല്ലി അടുത്തടുത്ത രണ്ട് മഹല്ലത്തുകളിലാണ് നിങ്ങളെ പൂർവികരെ അടക്കിയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോഴൊക്കെ നടന്ന് അതുവഴി പോകുമ്പോ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ളൊരു വാക്കുണ്ടെന്നറിയോ? ദീർഘവീക്ഷണത്തോടുകൂടി കാരുണ്യത്തിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ തദ്ഹബു ദുനിയാ, ദുനിയാവ് അവസാനിക്കുകയില്ല, ദുനിയാവ് തീരുകയില്ല, ദുനിയാവ് പോവുകയില്ല, ലോകം അവസാനിക്കുകയില്ല, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയില്ല, ദജ്ജാൽ വരികയില്ല, യജൂജ് മഅജൂജ് വരികയില്ല, ദാബത്തുൽ വരികയില്ല. പ്രിയപ്പെട്ടവരെ, തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുകയില്ല. ഏതുവരെയെന്നറിയോ? ഒരു മനുഷ്യൻ ഒരു ഖബറിന്റെ അടുത്തോട് നടന്നു പോവുകയാണ്. ഇത് ഏതെങ്കിലും വാറോലയിലുള്ളതല്ല. സാക്ഷാൽ മുസ്ലിം എന്ന പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥത്തില് അബൂ ഹുറൈറ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ്. അംഗീകരിക്കുന്ന വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് സഹീഹ് മുസ്ലിം. ആ മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു മനുഷ്യന് ഖബറിന്റെ അടുത്തോട് നടന്നു പോകുമ്പോൾ അവന് പറയുമത്രേ, യാ ലൈതനീ മകാന സാഹിബി ഹാദൽ ഖബരി, അല്ലാഹുവേ, ഞാൻ ഇവനെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമല്ലാ. മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന 2 മീസാങ്കല്ലിന്റെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ടിയിൽ കിടക്കുന്ന നമ്മുടെ പൂർവീകരെ കാണുമ്പോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മരിച്ചുപോയവരെ കാണുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഖബറിൽ കാണുമ്പോ അതിന്റെ അടുത്തോട് കടന്നു പോകുന്ന ഞാനും നിങ്ങളും പറഞ്ഞു പോകുമത്രേ, യാ ലൈതനീ മകാന സാഹിബി ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന ആളിനെ പോലെ ഞാനുമായിരുന്നെങ്കിൽ തമ്പുരാനെ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ലൈസ ബിഹിദ്ദീ, ദീനിന്റെ വിഷയത്തിലല്ല ഇവന് പറയുന്നത്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കള്ളിന്റെ പെണ്ണിന്റെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോ, പടച്ചവനെ, നിന്റെ ദീന നശിച്ചു പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല അവന് പറയുന്നത്. പള്ളികളിൽ പോലും രാഷ്ട്രീയവാക്കേറ്റങ്ങളെ കയ്യാങ്കളിയും നടക്കുന്നത് കാണുമ്പോ, പടച്ചവനെ, നിന്റെ ദീൻ ഇവിടം വരെ എത്തിയല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല അവൻ അങ്ങനെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് കളികളും തമാശകളും പെരുകിക്കൊണ്ടിരിക്കുമ്പോ, മഹാന്മാരുടെ ഉറൂസുകളിൽ പോലും മരണക്കിണറുകളും അതുപോലെ തന്നെ ഗാനമേളകളും വന്നുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, സങ്കടം സഹിക്കാൻ കഴിയാതെ വേദനയോടെ അതിന്റെ അടുത്തിൽ വെച്ച് പടച്ചവനെ, നിന്റെ മഹാന്മാരുടെ ഖബറുകളിൽ പോലും ഗാനമേള ആരംഭിച്ചിരിക്കുകയാ. അതിനെതിരെ ശക്തമായി പറയുന്ന ഇമാമിയങ്ങളെ കമ്മിറ്റിക്കാര് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാ. കമ്മിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോ പലിശക്കാര്, കള്ളുകൊട്ടന്മാര് കമ്മിറ്റിയിൽ ഭരണാധികാരികളായി പരിപാലകരായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ, ഇതെന്തോരു ലോകമാണ് അല്ലോ. മരിച്ചെങ്കിൽ കൊള്ളാം, ഇവൻ രക്ഷപ്പെട്ട് ഇവനെ പോലെ ഞാൻ ഖബറിലായെങ്കിൽ കൊള്ളാമെന്ന് കൊതിക്കുന്നതല്ല. റസൂൽ പറയുന്നു, വലൈസ ബിഹിദ്ദീ, ദീനിന്റെ പേരിലല്ല അവൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. പിന്നെയോ, ഇല്ലൽ ബലാ,
അവൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളാണ്, അവൻ നേരിടുന്ന പ്രതിസന്ധികളാണ്, ബുദ്ധിമുട്ടുകളാണ് അവനെ അങ്ങനെ പറയിപ്പിച്ചത്. ഒരുപക്ഷേ കഠിനമായ രോഗം കാരണമാ ക്യാൻസർ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 5 നേര നിസ്കാരമുള്ള ഒരു മനുഷ്യനുണ്ട്, നല്ല നോമ്പ് പിടിക്കുന്ന മനുഷ്യരാ, ഒരുപാട് ദിക്റ് ചൊല്ലുന്ന ആളാ. അദ്ദേഹം കഠിനമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ സഹിക്കാൻ കഴിയാത്ത നിലയിൽ കഠിനമായ രോഗം ഒന്നിന് പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നപ്പോൾ എന്റെ മുമ്പില് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹം എന്നോട് പറയുന്നു, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനും മെഡിസിൻ മുഴുവനും എടുത്ത് തിന്നിട്ടങ്ങും മരിച്ചാലോ എന്ന്. ാണ് എനിക്ക് അനുഭവിക്കുന്നത്. ഇത് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാൾ ഏതെങ്കിലും കബറടക്കത്തിന് കബറിന്റെ അടുക്കിലേക്ക് മക്കബറയിൽ പോകുമ്പോൾ അവിടെ നിന്നിട്ട് മരണപ്പെട്ടു പോയ മുൻഗാമികളെ കാണുമ്പോൾ അവരുടെ കബറിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണല്ലോ, വല്ലാത്ത പരീക്ഷണമാണ് നേരിടുന്നത് എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം വരുമെന്ന്. അല്ലെങ്കിൽ കടം ഇട്ട് മൂടാനുള്ള കടം വരുമ്പോൾ മാനസികമായി തളർന്നു നിൽക്കുമ്പോ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോ, സമൂഹത്തിൽ നിന്ന് അടച്ചാക്ഷേപിക്കപ്പെട്ടുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെടുത്തിയിട്ട് അവനെ മാറ്റി നിർത്തുമ്പോ അവന് കബറുകളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു പോകും, നിങ്ങൾ രക്ഷപ്പെട്ടു, ഞാനും ഇതുപോലെ മരിച്ച് കബറിലായെങ്കിലും. ആ ഒരു സാഹചര്യം വരാതെ ലോകം അവസാനിക്കൂല. പൂരം പറക്കാരാ നിങ്ങളിൽ ഒരാൾ ഇന്നേവരെ പോത്തുങ്കോട് ഖബർസ്ഥാനിലോ ചെറുവല്ല് ഖബർസ്ഥാനിലോ പോയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ അടിവരയിട്ട് പറയാണ്, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമെന്ന് ഇന്നേവരെ കളവ് പറയാത്ത, അസത്യത്തിന്റെ ലാഞ്ചനാതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലും അടർന്നു വീഴാത്ത ആമിനയുടെ തങ്കക്കുടമേ അബ്ദുള്ളയുടെ പൊന്നുമോനെ ഷഫീഉൽ വറാ നബിയു സഖലൈനി ത്വഹ മുഹമ്മദ് മുസ്തഫ പറയാതെ ലോകം അവസാനിക്കൂല. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് പറയാതെ ലോകം അവസാനിക്കൂല. കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോ, മനസ്സ് തളർന്നു പോകുമ്പോ, നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോ നമ്മൾ ഖബറിന്റെ അടുത്ത് എന്നിട്ട് പറയും, ഓ ഇടയ്ക്ക് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കോവിഡ് വന്നപ്പോ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ പലപ്പോഴും ഞങ്ങളുടെ ചില ഉസ്താദുമാരുടെ യാത്രയിൽ നമ്മൾ പറയാറുണ്ട്, എന്താണെന്നറിയോ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയൊക്കെ മരണത്തിന്റെ കഥകൾ, കോവിഡിന് മുമ്പുള്ള ആ മരണത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, അവരൊക്കെ രക്ഷപ്പെട്ടു. കോവിഡ് എന്ന് പറയുന്ന മാരകമായ രോഗം വരാതെ, മഹാവേദി പിടിപെടാതെ, മാറാവേദി മാറാതെ പിടിപെടാതെ അവരൊക്കെ നേരത്തെ പോയി രക്ഷപ്പെട്ട് ഈ ലോകത്തെ മുസീബത്തുകൾ ഒന്നും കാണണ്ടല്ലോ, ഇനിയിപ്പോ വരാൻ പോകുന്നു 2025 ആകുമ്പോ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുമ്പോ പലപ്പോഴും പലരും ദുർബല ഈമാനുള്ളവരൊക്കെ പറയും, അല്ല നേരത്തെ മരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പുറക്കി എങ്ങോട്ടാ പോവുക. ഇതൊക്കെ പറഞ്ഞു പോകുന്നത് പരീക്ഷണങ്ങളുടെ പേരിലാണ്. നമ്മൾ അതേ ഭാഷ ലാംഗ്വേജിൽ പറയണമെന്നില്ല, അതിന്റെ ആശയം വരുന്ന വർത്തമാനം നമ്മൾ എന്നോ പറഞ്ഞു കഴിഞ്ഞു. മരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു, അവർക്ക് എങ്ങോട്ട് ഓടേണ്ടി വരൂലല്ലോ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അത്രയും വലിയ കഠിനമായ പരീക്ഷണങ്ങൾ വരാതെ എപ്പോഴും ദുആറക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ എന്റെ വിഷയത്തിന്റെ മർമ്മമായ ഭാഗം. കാവല തേടേണ്ട 4 കാര്യങ്ങളിൽ 1, 2 ഞാൻ ചേർത്ത് പറയാം. ജഹദുൽ ബലാഉം ദർകു ശഖാഉം, കടുത്ത പരീക്ഷണം, കനത്ത ദുരിതം. ഇത് 2 കൂടെ ഞാൻ ചേർത്ത് പറയാൻ. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും ആഗ്രഹിച്ചു പോകും, ഞങ്ങൾ മരിച്ചെങ്കിലെന്ന്. മറിയം ബിബി കൊതിച്ചതുപോലെ നമ്മൾ ഖബറിന്റെ അടുക്കലൂടെ പോകുമ്പോൾ ഇത് പറയാതെ മരിക്കാത്ത രീതിയിൽ പരീക്ഷണം അല്ലാഹു തരുമെന്നാണ്. ഇതുവരെയുള്ള പരീക്ഷണങ്ങൾ ഒന്നുമല്ല. ആമന റസൂൽ നമ്മൾ ഓതുന്നുണ്ടല്ലോ ഖുർആനിലെ ആമന റസൂൽ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ആമന റസൂൽ. അതൊക്കെ പഠിക്കണം. ആയത്തുൽ കുർസി പഠിക്കണം, ആമന റസൂൽ പഠിക്കണം, ലൗ അൻസൽന പഠിക്കണം, സൂറത്തുൽ മുൽക്ക് പഠിക്കണം, സൂറത്തുൽ വാഖിയ കാണാതെ പഠിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ നമ്മൾ പഠിക്കണം. മൊത്തം പേര് ഹാഫിളാകാൻ നടക്കൂല. ഹാഫിളീങ്ങളാകാൻ വേണ്ടി എല്ലാവരും കൂടെ അങ്ങോട്ട് തുനിഞ്ഞാൽ നടക്കൂല. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയ ഒരു ഖത്മ ഓതിയതിന്റെ കൂലി. ഇനി ആരെങ്കിലും 1000 രൂപ എന്നിട്ട് ഉസ്താദ് ഖത്ത് ഓതണെന്ന് പറഞ്ഞാൽ 3 ഖുൽഹുവല്ലാഹ് ഓതിയാൻ കബൂലാക്കരുത്, അത് ഖത്ത് ആവൂല. 3 ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ ഖത്തും ചെയ്തത് പോലെയാവുള്ളൂ, ആവൂല. പോലെ ആകാൻ വേണ്ടിയിട്ട് ആ സൂറ നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം വർണ്ണിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്.
ഫലക്കും നാസും എപ്പോഴും ഓതണം. മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഓതിയിട്ട് തലയിൽ ഊതി കൊടുക്കണം. ഇനി ഊതുന്നതിനെ പറ്റി ഏവനോ എവിടെ കിടന്ന് എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളിനി ഊതാതിരിക്കണ്ട. നീ അടുപ്പിൽ ഊതിയ പ്രശ്നം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാ? അടുപ്പിൽ ഊതാതിരിക്കുവോ? അടുപ്പിൽ ഊതിയില്ലെങ്കിൽ നമ്മുടെ വയറിൽ കാറ്റ് കയറും അല്ലേ? പിന്നെ ഇപ്പൊ ആലുവ അടുപ്പായതുകൊണ്ട് കുഴപ്പമില്ല. ഊതയും വേണ്ട, പുകയില്ല. അസില് നഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ആലുവ അടുപ്പ്. അസിലെന്താണ്? പുക ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ആലുവേന്ന് അങ്ങനെ കുറെ ഇറങ്ങുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ, കഠിനമായ പരീക്ഷണങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുമ്പോ നമ്മൾ മരണത്തെ പോലും കൊതിച്ചു പോകും. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആമന റസൂലുവിൽ ഒരു ഭാഗം, ഒരു ശകലം ഉണ്ട്. എന്താണെന്നറിയോ? ആമന റസൂല് നമ്മൾ കൃത്യമായി പഠിക്കണം. മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കണം. എന്നിട്ട് എല്ലാ ദിവസവും ഓദിപ്പിക്കണം. എന്റെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, എന്റെ ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരിൽ ഒരു വലിയ ആശിഖായ മഹാനാണ്, ആശിഖ് റസൂലായ മഹാനാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള വലിയ ഒരു മഹാമനുഷ്യൻ. ജാമിഅ മന്നാനിയ യൂണിവേഴ്സിറ്റിയിലെ അഭിവന്യനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട ശൈഖുന മമ്മിക്കുട്ടി ഹസ്രത്ത് എനിക്കൊരു വലിയ മുസീബത്തും പ്രയാസവും ഒക്കെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മരിക്കുന്ന സമയം വരെ, എത്ര ദിവസം എന്നുള്ളതല്ല, കിടക്കുന്നതിന് മുമ്പ് 7 ആമന റസൂല് ഓതിയിട്ടേ കിടക്കാൻ പാടുള്ളൂ. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഉറങ്ങുമെങ്കിൽ, രാത്രി ഉറങ്ങുമെങ്കിൽ, രാത്രി കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യുമെങ്കിൽ, ഞാൻ അത് ഇന്ന് വരെ ഒരു രാത്രി പോലും ഓതാതെ ഞാൻ ഇരുന്നിട്ടില്ല. ആ ആമന റസൂലിന്റെ ഒരു ഭാഗം എന്താണെന്നറിയോ? വലിയ അർത്ഥമാണ് അതിനുള്ളത്. അതിലൊരു ഭാഗം നമ്മൾ ദ്വാരക്കുന്നത്, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. പടച്ചവനെ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് ഞങ്ങളെ മേൽ വെച്ച് കെട്ടല്ലേ അല്ലാ. വെറുതെ ആമന റസൂൽ ഓടിവിട്ട് പോയാൽ പോരാ, അതിന്റെ അർത്ഥം കൂടെ പഠിക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരെ. അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് ഞങ്ങളെ തലയിൽ വെച്ച് കെട്ടല്ലേ അല്ലാ. ഞങ്ങളുടെ നേരെ നീ ഒരിക്കൽ പോലും താങ്ങാൻ പറ്റാത്തത് തരല്ലേ പടച്ചവനെ. ഇത് ആമന റസൂലിനകത്തുള്ളൊരു കാര്യമാണ്. അത്രയും ദുആയാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്തത് എന്തെങ്കിലും വന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തളർന്നു പോകും, മരണത്തെ കൊതിച്ചു പോകും. അത്രയും വലിയ പരീക്ഷണങ്ങൾ വരും. ഇല്ലാതെ ലോകം അവസാനിക്കില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കാവല തേടിക്കോ, കാവല തേടിക്കോ. അപ്പൊ ചില ആളുകൾ പറയും, ഞങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് തെറ്റാണോ? തെറ്റാണ്. നിങ്ങൾ ഗൗരവത്തിൽ കേൾക്കണം. ഒരാള് മരണത്തെ കൊതിക്കാൻ പാടില്ല. ശക്തമായ നിരോധനമുള്ള ഒരു കാര്യമാണ്. മക്കളുടെ സ്വഭാവ ദൂഷ്യം കാണുമ്പോ, മക്കളുടെ സ്വഭാവ വൈകൃതങ്ങൾ കാണുമ്പോ, ഏതു മക്കളാണ് ഇപ്പൊ നമുക്ക് അനുസരിക്കുന്ന മക്കളായിട്ടുള്ളത്? ചിന്തിച്ചു നോക്ക്. മാതാപിതാക്കൾ കണ്ണീരിലാണ് ഇപ്പോ. കാരണം മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്തൊരു ലോകം. ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ അവര് തിരിച്ചതേപോലെ സംസാരിക്കുന്ന ലോകം. ഒരടി കൊടുത്താൽ ചിലപ്പോ തിരിച്ചടിക്കുന്ന ലോകം. അല്ലെങ്കിൽ കഥകടച്ചിട്ട് കയറ് കഴുത്തിലിട്ടിട്ട് തൂങ്ങിച്ചാവുന്ന ലോകം. 1.25 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില് കയറുന്നു, കഥക് വലിച്ചടയ്ക്കുന്നു. വാപ്പ കരുതിയതെന്താ? കിടക്കട്ട് കുറെ നേരം കഴിയുമ്പോ വിശക്കുമ്പോ വെളിയിൽ ഇറങ്ങുന്നില്ല, വിളിച്ചിട്ട് അനക്കമില്ല. കഥക് ചവിട്ടി തുറങ്ങുമ്പോ ഫാനിൽ തൂങ്ങി നിൽക്കുക. മണിക്കൂർ കഴിഞ്ഞു. എന്താ കാരണം? 1.25 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുത്തില്ല. എന്തൊരു കാരണമാണ്. ഒരു നിമിഷത്തെ നമ്മുടെ ആ ഒരു മനസ്സിന്റെ താളം തെറ്റുമ്പോൾ പലരും ആഗ്രഹിച്ചു പോകും. ഇതൊക്കെ കേൾക്കുമ്പോ കാണുമ്പോ, അല്ലാഹ്, ഇത് കാണാതെ കേൾക്കാതെ അങ്ങ് മരിക്കണ തന്നെ നല്ലത്. അങ്ങനെ പറയരുത്. എന്ത് പ്രയാസം നിങ്ങൾക്ക് വന്നാലും മരണത്തെ കൊതിക്കരുത്. എന്നാൽ മരണത്തെ കൊതിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴെന്നറിയോ? പരീക്ഷണം വരുമ്പോ മരണത്തെ കൊതിക്കരുത്. എന്നാൽ മരണത്തെ കൊതിക്കേണ്ട ഒരു പരീക്ഷണമുണ്ട്. അത് ഞാൻ പറയാം ലാസ്റ്റ്.
മരണത്തെ കൊതിക്കരുത്. ആദരവായ റസൂലുള്ള പറയുകയാണ്, ലാ യതമന്നയന്ന അഹദുകും മൗതൽ ഉർരിന്നസാബ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾക്ക് വരുന്ന വിപത്തിന്റെ പേരിൽ മരണത്തെ കൊതിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. ആ സമയത്ത് ചിലർക്കെങ്കിലും ചോദിക്കേണ്ടി വരും, ഉസ്താദേ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ടാകാം, അങ്ങനെ ഒരു സാഹചര്യം വന്നാ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കഠിനമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ താങ്ങാൻ പറ്റാതെ വരുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെയും വിശാലമായ വീക്ഷണമുള്ള വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം എന്തെന്നറിയോ? താങ്ങാൻ പറ്റാത്ത വേദനകൾ നിങ്ങളെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോ മരണത്തെ നിങ്ങൾ കൊതിക്കരുത്. അങ്ങനെ മരണത്തെ കൊതിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായ ഫല്ലുവത്തുള്ളവനെ പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. പടച്ചവനെ, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ. അതല്ല മരണമാണ് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണേ അല്ലാ. ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ. പ്രതിസന്ധികളും വിഷമങ്ങളും മാറ്റിയിട്ട് നല്ല സന്തോഷവും സലാമത്തും തരണേ അല്ലാ. അതല്ല മരണമാണ് ഖൈറെങ്കിൽ എന്റെ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ഇങ്ങനെയല്ലാതെ പറയല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ. മക്കള് തലതിരിഞ്ഞു പോകുമ്പോ, ഭർത്താവ് രോഗത്തിന്റെ കാടിനിടയിൽ കിടന്ന് സങ്കടപ്പെടുമ്പോ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ വന്നുകൊണ്ടിരിക്കുമ്പോ, കടം വന്ന് മൂടിക്കൊണ്ടിരിക്കുമ്പോ മരണത്തെ കൊതിക്കല്ലേ. പകരം നമ്മളെ പറയേണ്ടതെന്തെന്നറിയോ? അല്ലാഹുവേ, ഖൈർ ജീവിച്ചിരിക്കലാണെങ്കിലോ ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ. അതല്ല മരണമാണ് ഖൈറെങ്കിലോ എന്നെ പെട്ടെന്ന് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ഇതല്ലാതെ സഹോദരങ്ങളെ, വിപത്തുകൾ വരുമ്പോൾ മരണത്തെ കുറിക്കാൻ പാടില്ലെന്നാ. എന്നാൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞ സഹീഹ് മുസ്ലിമിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ബോധ്യപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? ഈ പറയുന്നത് അതീവ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കണേ. ഒരു വിപത്ത് നമുക്ക് വരുമ്പോൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. പരീക്ഷണം വരുമ്പോൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. അങ്ങനെ പറയേണ്ടി വന്നാൽ, കൊതിക്കേണ്ടി വന്നാൽ പറയേണ്ടത് ഖൈർ ഏതാണത് നീ നടത്തി തരണേ തമ്പുരാനെ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്നാൽ നമ്മൾ ദീന് നഷ്ടപ്പെടുമെന്ന് കണ്ടുപോയ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മകളുടെ കല്യാണത്തിന് അനിസ്ലാമിക പ്രവർത്തനങ്ങൾ നടമാടുന്നത് കണ്ടാൽ, പ്രിയപ്പെട്ടവരെ, മക്കൾ കള്ളു കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാപ്പയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദീൻ നഷ്ടപ്പെട്ടു പോകുമെന്ന സാഹചര്യം വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാറ്, ഫൈദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബുൽനാ ഇലൈക ഗൈറ മഫ്തൂൻ. പടച്ചവനെ, ഫിത്നയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫിത്നയിൽ അകപ്പെടുത്താതെ എന്നെ മരിപ്പിക്കണേ അല്ലാ. നമ്മൾ പലിശയിൽ ചെന്ന് വീണു പോകുമെന്ന് ഭയപ്പെട്ടു പോയാ, കഠിനമായ തിന്മകളിൽ ചെന്ന് വീഴുമെന്ന് പേടിച്ചു പോയാ, നമ്മൾ ദുആരക്കേണ്ടത് അല്ലാഹുവേ, ഈ ഫിത്നയിൽ ഞാൻ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫഖബലിനാ ഇലൈക ഗൈറ മഫ്തൂൻ. ഈ ഫിത്ന വരുന്നതിന് മുമ്പ് നീ എന്നെ അങ്ങ് മരിപ്പിക്കണേ അല്ലാ. ആ ഒരു ദുആ നമ്മൾ ചെയ്യണം. അത് എപ്പോഴാണെന്നറിയോ സഹോദരങ്ങളെ? ദീൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന സാഹചര്യം വരുമ്പോൾ, നല്ല ഒരു സാലിഹായ കുടുംബം, അവരുടെ മകളുടെ കല്യാണം, സാലിഹായ കുടുംബത്തിന്റെ സാലിഹീങ്ങളായ കുടുംബക്കാരുടെ മകളുടെ കല്യാണം കെട്ടുന്നതും തിരക്കേടില്ലാത്തൊരു കുടുംബം. ആ കുടുംബത്തില് അവസാനം പല ദിവസമാണ് കല്യാണം. ആലിമീങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നിക്കാഹിന്റെ വേദി വേറെ. അന്ന് വേറെ ഒന്നുമില്ല. അന്ന് ഊത് പുകയ്ക്കലും സാമ്പ്രാണി കത്തിക്കലും ദുആ ഓതലും ഈത്തപ്പഴം കൊടുക്കലും അണ്ടിപ്പരിപ്പ് കൊടുക്കലും അതൊക്കെ ഉള്ളൂ. പിറ്റേ ദിവസം ബന്ധുക്കൾക്കുള്ള മഞ്ഞ കല്യാണം. ഈ മഞ്ഞ കല്യാണത്തിനെതിരെ ഞാൻ പലപ്പോഴും പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ കാർഡ് കൊടുക്കണ ഭ്രാന്തന്മാർക്കാണ്. ഈ മഞ്ഞ കാർഡ് ഉണ്ടെന്ന് ചില ആളുകൾ തുടക്കണ്ടാക്കിയ പറയടാ അവന് മഞ്ഞ കാർഡ് ഉള്ളതാന്ന് പറഞ്ഞാൽ ഭ്രാന്തുണ്ടെന്നാണ്. ഈ മഞ്ഞ കല്യാണം നടത്തുന്ന എല്ലാം ഭ്രാന്തന്മാരാ.
ഞാൻ ഈ പോത്തൻകോടിൽ ഒരു കല്യാണത്തിനും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഏതെങ്കിലും കല്യാണത്തെ ഊന്നി പറഞ്ഞു നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്കൊരു കല്യാണം നടന്നതുമായിട്ട് എന്റെ കല്യാണത്തിൽ നിന്ന് ഞാൻ പോയത് കട്ടപ്പെട്ടിട്ട. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വിവാഹത്തെ സൂചിപ്പിച്ചുകൊണ്ടാണെന്ന് പറയരുത്. ഞാൻ ഒരു സിനിമാ നടിയുടെ വീട്ടിന്റെ മുമ്പിൽ പ്രസംഗിച്ചു. മുസീബത്ത് അവിടെ ആ നാട് ഈ നടിയുടെ വീടിന്റെ അടുത്താണ്, അല്ലെങ്കിൽ അവിടെ ആണ് വീടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ നന്നായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചു. യഥാർത്ഥത്തില് കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ ആ നടിയുടെ പേരും കൂടി വായിൽ വന്നു. വിവാഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ്. 2-3 ദിവസം കഴിയുമ്പോ പെണ്ണിന്റെ വാപ്പ ഈ സിനിമാ നടിയുടെ വാപ്പ മാമ എന്നെ വിളിക്കാം, ഉമ്മാടെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയോ? നടത്തി. എന്റെ പെങ്ങടെ മോളാൻ നിങ്ങൾ പ്രസംഗിച്ചത് എന്റെ വീടിന്റെ തൊട്ടുമുറ്റത്താണ്. ആ പെൺകുട്ടി അടക്കം വീട്ടിനകത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ വീട് എവിടാണെന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടി ഇസ്ലാമിന്റെ മാതൃകയല്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒരിക്കൽ പോലും ആ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നത് സത്യമാണ് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ പൊതുവായിട്ടൊരു മാപ്പ് പറയണം. ഞാൻ പറഞ്ഞു, അത് നടക്കൂല. മാപ്പ് പറയൽ നടക്കൂല. കാരണം ഞാൻ പറഞ്ഞത് ഹക്കാണ്. തെറ്റ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ വീടാണെന്ന് അറിഞ്ഞിരുന്നില്ല, അവിടെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ മാപ്പ് പറയേണ്ട ആവശ്യമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അടുത്ത ആഴ്ച എന്നാ പിന്നെ നിങ്ങൾ ജുമയ്ക്ക് വരുന്നതെന്ന് കാണണം. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ആ ആംഗിളിലാണെങ്കിൽ നമുക്ക് കാണാം. നിങ്ങളുടെ കൂടെ ആളുണ്ടാവും, എന്റെ കൂടെ ആളുണ്ടാവും, അത് നമുക്കൊന്ന് കാണാം. ചലഞ്ച്. അങ്ങനെ പറഞ്ഞു, ഫോൺ വെച്ചു. പെണ്ണിന്റെ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, കാണാമല്ലോ. അങ്ങനെ എന്റെ പള്ളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അത് വളരെ മോശമായി പോയി. ഞാൻ പറഞ്ഞു, അറിയാം, മോശമാണ്. പറഞ്ഞത് മോശമാണ്. ആ വീടിന്റെ മുമ്പിൽ അത് പറയാൻ പാടില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല അത് സത്യസന്ധമാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരില് അവർക്കുണ്ടായൊരു വിഷമം, അത് ശരിയാണ്, മാനുഷികമാണ്, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ പറഞ്ഞ കാര്യം സത്യസന്ധമാണ്. ആ പെൺകുട്ടി ഇസ്ലാമിന്റെ മാതൃകാ വനിതയല്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പൊ അവസാനം പിന്നെ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് അവരുടെ ഫാമിലിയിൽ വലിയ പ്രശ്നം ഉണ്ടായാലോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർക്കും വിഷമില്ലാത്ത രീതിയിലൂടെ അത് കൂടി പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോ ഇങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ഹദീസ് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചിന്തിക്കും, ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് റസൂലുള്ള പറഞ്ഞതാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് ഖുർആനിന്റെ വിപ്ലവം. അതാണ് ഹദീസിന്റെ മാസ്മരികത. നമ്മളെ കുറ്റമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഞ്ഞ കല്യാണം നടത്തുന്നു. ഭ്രാന്തന്മാരുടെ കല്യാണമാണ്, അത് ഒരു സംശയമില്ല. എവിടെന്നായി സംസ്കാരം വന്നത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കല്യാണം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ചെക്കൻ പോയി പെണ്ണിനെ കാണുക. ഇന്ന് ഒരു ലോറി വണ്ടി വിളിച്ചിട്ടാ കൂട്ടുകാരന്മാരെ കൊണ്ടുപോകുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ പിന്നീട് അവൻ വേണ്ട, കാണാമെന്നോ വേണ്ട, അവന്റെ കൂട്ടുകാരൻ വലത് സൈഡിൽ ഇരുന്ന പാന്റ് കീറിയോ മതി എന്ന് പറയുന്ന എത്ര പെണ്ണുങ്ങളുണ്ടെന്നറിയോ? പാന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ കീറിയതാണല്ലോ മോഡൽ. അത് മതിയെന്ന് പറയത്ര. അന്ന് നോട്ടയിട്ട് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് യവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോയ എത്ര കുടുംബങ്ങളുണ്ട്. എന്തിനാണ്? പെണ്ണിന്റെ വാപ്പല്ല പോവേണ്ടത്, ചെക്കന്റെ വാപ്പല്ല പെണ്ണ് കാണാൻ പോവേണ്ടത്. ചെക്കൻ പോയി പെണ്ണ് കാണണം, മുഖവും മുൻകൈയും നോക്കണം, നടത്തി നോക്ക് മുണ്ടിയാണെന്ന് അറിയണ്ടേ, സംസാരിപ്പിച്ച് നോക്ക്, നീ വിൽക്കണ്ടോന്ന് അറിയണ്ടേ. ഇതൊക്കെ നിനക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പെണ്ണിന്റെ വലിയ ഈജാബും കബൂലും നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ചു എന്ന് പറയാ. എന്നിട്ട് ചെക്കൻ ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം. ഇന്ന് പെണ്ണിന്റെ വാപ്പ തെണ്ടി പിരിച്ചു കൊണ്ടുവന്നിട്ട് ബിരിയാണി 5-6 ചെമ്പ് ബിരിയാണി വെച്ചിട്ട് ജാപ്പാട് കൊടുക്കുന്നു. ചെക്കനോ അവന്റെ ലോകത്തുള്ള എല്ലാ പരിചയക്കാരെ ലോറി വിളിച്ചിട്ട് കൊണ്ടുപോകുന്നു, ഓഡിറ്റോറിയത്തിൽ തട്ടുന്നു. ഇത് ഏതായി വണ്ടി വിളിച്ചുകൊണ്ടുപോയ പൈസ? അത് പെണ്ണിന്റെ വാപ്പ തെണ്ടി വാങ്ങിയ പൈസ, അച്ചാര പൈസ. ഇസ്ലാമിന്റെ സംസ്കാരം ഉണ്ടോ ഇതിനകത്ത്? എന്നിട്ടോ അതിലൊരു പോരിശ വരാൻ വേണ്ടിയിട്ട്, അതിലൊരു ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മഹൽ ഇമാം അൽ ഫാത്തിഹ വിളിച്ചൊരു ദുആയും ചെയ്ത് 3 സ്വലാത്തും ചൊല്ലിയാൽ അതിനെ ഇസ്ലാമികവൽക്കരണമായി. ഇതൊക്കെ മാറിയാൽ വളരെ ഹൈറാൻ, ചെലവ് ചുരുങ്ങിയ കല്യാണങ്ങൾ വരണം. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദന്മാർക്ക് ഒരു ദിവസത്തെ കല്യാണം, മഞ്ഞ കല്യാണം ഒരു ദിവസം, പിന്നെ ആ ചെക്കന്റെ കൂട്ടുകാർക്ക് ഒരു ദിവസം, പെണ്ണിന്റെ കൂട്ടുകാരികൾക്ക് ഒരു ദിവസം, പിന്നെ പൊതുവായിട്ടുള്ളൊരു കല്യാണം ഒരു ദിവസം, കെങ്കേമമായിട്ട്. അതില് പുതിയണ്ണിനെ പുതിയാപ്പിളയെ കൊണ്ടുവരുന്നത് പ്രത്യേകമായൊരു കൂടാരത്തിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഹിന്ദുക്കളുടെ കല്യാണത്തിൽ? വളരെ റയറായിട്ട് മാത്രമേ അത് കാണാൻ പറ്റൂ.
ഹിന്ദുക്കളുടെ കല്യാണത്തിൽ ഇങ്ങനെ ആഡംബരം ഏതെങ്കിലും മന്ത്രിമാരുടെയോ MLA-മാരുടെയോ MP-മാരുടെയോ കല്യാണം എടുത്ത് നിങ്ങൾ പറയരുത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. സാധാരണ ഒരു ഹിന്ദുവിന്റെ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനികളുടെ കല്യാണം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം ഉള്ള നമ്മുടെ സമുദായത്തിലാണ്. ഞാൻ പറയുന്നു, ഇമാമിയങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഞാൻ നിക്കാഹിന് വരൂല. അപ്പൊ കമ്മിറ്റിക്കാർക്ക് പറയാം, എന്നാ പിന്നെ നിങ്ങൾ പോയി വേറെ 3 പേര് വെയിറ്റ് ലിസ്റ്റിലുണ്ട്, അവര് വരും ജോലിക്ക്. അപ്പൊ ആരാ തീരുമാനം എടുക്കേണ്ടത്? ഉസ്താദ് അല്ല, ആരാ? കമ്മിറ്റിക്കാർ. അതിന് ബോധമുള്ളവരെ കമ്മിറ്റിക്ക് എടുക്കണം. അതാ നമ്മളെ നാടുകളിൽ ചെയ്യേണ്ടത്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ ദീനിന്റെ വിഷയമാണ്. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ കണ്ടാൽ മതി. എന്റെ കുഴപ്പമല്ലല്ലോ, ഞാനിത് ഉള്ള കാര്യം പറയുന്നു, നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, തള്ളിക്കളയാം. എന്റെ ബാധ്യത ഞാൻ നിറവേറ്റുന്നതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ കല്യാണം നടന്നപ്പോ ആ പെണ്ണിന്റെ വാപ്പ, ചെക്കന്റെ വാപ്പ കളിക്കാൻ, എങ്ങനെ ഈ ബ്രേക്ക് ഡാൻസോ അല്ലേ, കളിക്കാൻ, ഡാൻസ് ചെയ്യാൻ നല്ല ദീനുള്ളൊരു മനുഷ്യനാണ്. അപ്പോ ഈ കളി കണ്ടിട്ട് ഈ പുതിയ പെണ്ണിന്റെ വീട്ടുകാർക്ക് സങ്കടം വന്നു. ഞങ്ങള് ദീനിയായ കുടുംബമാണെന്നാണല്ലോ കരുതിയത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് സങ്കടം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി അങ്ങോട്ടുള്ള ദാമ്പത്യം അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹു ആ ദമ്പതിമാർക്ക് സന്തോഷം കൊടുക്കട്ടെ. നല്ല നിലയിൽ മരിക്കുന്നത് വരെ നാളെ സ്വർഗത്തിലും അവർക്ക് അള്ളാഹു ദാമ്പത്യ ജീവിതം കൊടുക്കട്ടെ. സാലിഹീങ്ങളായ മക്കളെ അതിൽ നിന്ന് അള്ളാഹു ഉൽപ്പാദിപ്പിക്കട്ടെ. നമുക്ക് ദുആരക്കാം. പക്ഷെ കല്ലുകടി ഉണ്ടായി പോയാൽ അതിനെന്താ കാരണം? ചില ആളുകളൊക്കെ അത് പെണ്ണിന്റെ ഉമ്മാടെ തള്ളയുടെ ആഗ്രഹമായി എന്തു ചെയ്യാനാ എന്ന് ചിന്തിക്കുമ്പോ പെണ്ണിന്റെ വാപ്പ എന്താ പറയാ, അല്ലെങ്കിൽ ചെക്കന്റെ വാപ്പ എന്താ പറയാ? അള്ളാഹുവേ, എന്റെ ദീൻ നഷ്ടപ്പെട്ടു പോകും മുമ്പ് നീ എന്നെ മരിപ്പിച്ചേക്ക് തമ്പുരാനെ. അത് അനിവാര്യമാണ്, അനുവദനീയമാണ് എന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ദീൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ മാത്രം മരണത്തെ കൊതിക്കാം. അല്ലാതെ അങ്ങനെ ഉണ്ടല്ലോ, റമീല ഔദ എന്ന ഫലസ്തീനി വനിത, 18 വയസ്സുള്ള റമീല ഔദ, ഇപ്പം നടന്ന ഈ ബ്ലാസ്റ്റിന് മുമ്പ്, ഇതിന് മുമ്പ് നടന്ന കലാപത്തില് മഹാനായ പിന്നെ യാക്കൂബ് എന്ന പേരുള്ള ഒരു മഹാനായ ഒരു മനുഷ്യൻ, ഇത് വലിയ സാത്വികനാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളാണ് റമീല ഔദ. 18 വയസ്സേ ഉള്ളൂ. അവൾക്കൊരു വിവാഹാലോചന വന്നു. പേര് യൂസുഫ് എന്നാണ്. ആ യൂസുഫ് കെട്ടാൻ വേണ്ടി വരുന്നു. യാക്കൂബ് എന്ന പിതാവ് റമീല ഔദ എന്ന പെണ്ണിനെ കെട്ടിക്കാൻ തീരുമാനിച്ചു. ആ ഇടയിലാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയി റമീല ഔദയെ പരിപൂർണ്ണ നഗ്നയാക്കിയിട്ട് യാക്കൂബ് എന്ന പിതാവിനെ തൂണിൽ ബന്ധിച്ചിട്ട് യാക്കൂബിന്റെ മുമ്പിൽ ആ മകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ബലാത്സംഗം ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സമയത്ത് യാക്കൂബ് എന്ന പ്രിയപ്പെട്ട ഉപ്പ കണ്ണ് രണ്ടും അടച്ചു പിടിച്ചിട്ട് ദുആ ചെയ്തു, പടച്ചവനെ, എന്നെ ഈ നിമിഷം നീ അങ്ങ് മരിപ്പിക്കണേ അല്ലാഹ്, ഈ നിമിഷം എന്നെ അങ്ങ് മരിപ്പിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. കാരണം നിർബന്ധമായി അവരത് ചെയ്യിപ്പിക്കും. സ്വന്തം പൊന്നുമോളുടെ ശരീരത്തിൽ കടന്നു പിടിക്കുന്നത് ഒരു ഉപ്പയ്ക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? യാക്കൂബ് ചെയ്യാതെ വന്നപ്പോൾ ആ യാക്കൂബ് പ്രിയപ്പെട്ട പിതാവിന്റെയും യൂസുഫ് എന്ന പ്രതിസുത വരന്റെയും കൺമുമ്പിൽ വെച്ച് ഇസ്രായേലിന്റെ പട്ടാളക്കാർ മാറി മാറി റമീല 18 വയസ്സുകാരിയായ തക്കാളിയുടെ പെങ്ങളെ ബലാത്സംഗം ചെയ്തു. കിടപ്പിയിട്ട് കണ്ണിൽ ആണി അടിച്ചിറക്കി, മുഴുവനും അടിച്ചു പറിച്ചു, നഖം മുഴുവനും പറിച്ചു കളഞ്ഞു. എന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയെ തല്ലി കൊല്ലുകയാ. ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ദീൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള സാഹചര്യം വന്നാൽ മരണം കൊതിക്കാം. ഞാൻ അല്പം നീണ്ടുപോയോ എന്ന് എനിക്കറിയില്ല ആ ഒരു വിഷയം. ഒന്നും രണ്ടും കൂടി പറഞ്ഞത് കൊണ്ട് അല്പം നീണ്ടുപോയത്. അതുകൊണ്ട് കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു, അള്ളാഹ് ഒന്ന് മരിച്ചെങ്കിലും തമ്പുരാനെ സഹിക്കാൻ പറ്റുന്നില്ല അള്ളാഹ്, പറയരുത്. പറയേണ്ടി വന്നാൽ പറഞ്ഞ അള്ളാഹ് ഖൈർ ഏതാണ് അത് നീ നടത്തണേ തമ്പുരാനെ. ഉമ്മ എത്രയോ എന്റെ പള്ളിയിൽ വന്നിട്ട് പലരും കത്തെഴുതുന്നുണ്ട്, ഉസ്താദെ ഉമ്മ മരിക്കാനൊന്ന് ദ്വാരക്കണം. വേറൊന്നുകൊണ്ടല്ല, ഉമ്മയോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഉമ്മ സക്കറാത്തിന്റെ ഹാലിലാണ്. ഉമ്മ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കുഞ്ഞുങ്ങളെ പോലെ വാരി കളിക്കുന്നു. എന്ത് ചെയ്തു കൊടുത്താലും ഉമ്മയ്ക്ക് തൃപ്തിയാകാതെ വരുന്നു. ഉമ്മ നൂൽ ബന്ധമില്ലാതെ റൂമിനകത്ത് നടക്കുന്നു. മാനസിക രോഗിയായി ഉമ്മ മാറി.
മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഉസ്താദേ എന്റെ ഉമ്മ ഒന്ന് മരിക്കാൻ വേണ്ടി ദ്വാരക്കണം. അങ്ങനെ ദ്വാരക്കാൻ പാടുണ്ടോ? അല്ലാഹുവേ, മരണമാണ് ഖൈറെങ്കിൽ നീ മരിപ്പിക്ക്, ജീവിതമാണ് ഖൈറെങ്കിൽ നീ നല്ല ആരോഗ്യം കൊടുക്ക്. ഇതാണ് ചെയ്യേണ്ട ദുആ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ പേമാരികളെ പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി വരും. അത് വരാതെ ലോകം അവസാനിക്കൂല. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് കാവൽ തേടണം. 1 2 ഇത് രണ്ടും ഞാൻ 1 ഉം 2 ഉം ചേർത്ത് പറയാം. ഇനി മൂന്നാമത്തേതാ? ഈ പരീക്ഷണങ്ങളും കടുത്ത ദുരിതവും കടുത്ത പരീക്ഷണങ്ങളും ജഹദുൽ ബലാഉം ബർഖു ശഖാഉം നമുക്ക് വരുന്നത് മൂന്നാമത്തെ കാരണം കൊണ്ടാണ്. അതേതാ മൂന്നാമത്തെ കാരണം? സൂഉൽ ഖളാ. അതാണ് വിനാശവിധി, അള്ളാഹുവിന്റെ വിധി. ആ വിധി നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ അത് പടച്ചവന്റെ വിധിയാണ്. എന്തു വന്നാലും അള്ളാഹുവിന്റെ വിധിയാണ്. വൽ ഖദറു ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ മലായികത്തുകളെ കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, അല്ലാഹുവിനെ കൊണ്ട് കിതാബുകളെ കൊണ്ടും വിശ്വസിച്ചാൽ മാത്രം പോരാ, മരണമുണ്ട് ലോകാവസാനമുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വൽ ഖദറു ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഖൈറും ശർറും അല്ലാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കണമെന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധി വല്ലാത്തൊരു വിധിയായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന നിങ്ങൾക്കറിയോ, ഏത് വിധികൾ, ഏത് പ്രയാസങ്ങൾ, ഏത് പ്രതിസന്ധികൾ നമുക്ക് വന്നാലും അതെല്ലാം അല്ലാഹുവിന്റെ അറിവില്ലാതെ നമുക്ക് വരില്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്ത് ഹാറൂത്ത് മാറൂത്തിന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. അത് സിഹിറിനെ പറ്റിയാ. സിഹിർ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ഇന്ന് സിഹിർ എന്ന് പറയുന്നവർ തന്നെ പലതരത്തിലായി പോയി. എന്നാൽ ഖുർആൻ പറഞ്ഞ സിഹിറുണ്ട്. ആ സിഹിർ എന്ന് പറയുന്നത്, മാരണമെന്ന് പറയുന്നത് ഹാറൂത്തും ബാബിലോണിൽ വെച്ച് പഠിപ്പിക്കുന്നതാ. അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. ബിബാബില ഹാറൂത്ത് വമാറൂത്ത്. ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഹാറൂത്തും മാറൂത്തും എന്ന് പറയുന്ന മനുഷ്യന്റെ വേഷത്തിൽ രൂപാന്തരപ്പെട്ട മലായികത്തുകളിൽപ്പെട്ടവർ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് സൂറത്തുൽ ബഖറ 102 ആയത്തിലൂടെ പടച്ചതമ്പുരാൻ പഠിപ്പിക്കുമ്പോ സിഹിറിനെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന അതിന്റെ പരമമായ അവസ്ഥ അല്ലാഹുവിന്റെ കലാമിലൂടെ പഠിപ്പിച്ചത് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റിക്കളയുന്ന ഒന്നാണ് സിഹിർ. സിഹിർ ബാധിച്ചു പോയാൽ, ആരെങ്കിലും മാരണം ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നതിന്റെ പാരമ്യത എന്തെന്നറിയോ? സ്നേഹനദിയായ കൂടെ നിൽക്കുന്ന ഭാര്യ നമ്മളെ ഇട്ടിട്ട് പോകുക സംശയമില്ല. ഒരു മനുഷ്യന്റെയും അവന്റെ ഭാര്യയുടെയും ഇടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു തമ്മിൽ തെറ്റിക്കുന്നതാണ് സിഹിർ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവസാനം പറഞ്ഞതെന്തെന്നറിയോ? വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇذനില്ലാഹ്. എന്തെല്ലാം സംഭവിച്ചാൽ, എന്തൊക്കെ നിങ്ങൾക്ക് വന്നാൽ അത് അള്ളാന്റെ അനുവാദമില്ലാതെ, അള്ളാന്റെ അനുമതിയില്ലാതെ, പടച്ചവന്റെ അറിവില്ലാതെ വരൂലത്രേ. സഹോദരങ്ങളെ, ഇത് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കൊണ്ടല്ലേ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ട് ആ സഫിൽ തന്നെ ഇരുന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അറിയാത്തവർ എഴുതി പഠിക്കണേ. ഉസ്താദുമാര് നമ്മുടെ പള്ളിയിലുണ്ടല്ലോ. വേണ്ട, മദ്രസയിൽ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. ഇത് അർത്ഥം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് വേണം പറയാ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ തന്നാൽ തടയാൻ ഒരു ശക്തികൾക്കും കഴിയൂല. വലാ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞാൽ തരാനും ആർക്കും കഴിയില്ല, നീ തന്നാൽ തടയാനും ആർക്കും കഴിയില്ല.
നീ തന്നാ തടയാനും തടഞ്ഞാലും തരാനും ആർക്കും കഴിയില്ല. നിന്റെ വിധി മാറ്റി എഴുതാൻ നിന്റെ വിധിയെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. നീ വിരിച്ചൊരു വിധിയെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. നിന്റെ വിധിയെ മാറ്റിമറിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഇതിനെല്ലാം കഴിവുള്ള നീ മാത്രമാണ് തമ്പുരാനെ എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അല്ലാഹുമ്മ അന്തസ്സലാമു മിങ്കസ്സലാമയിലേക്ക് ഇർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറക ദാറസ്സലാം. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖലൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇത് പറഞ്ഞിട്ടല്ലേ നമ്മൾ സുബ്ഹാനല്ലാഹിലേക്കും ഹംദിലേക്കും തക്ബീറിലേക്കും കടന്നു പോകുന്നത്. ഇത് വലിയൊരു പ്രതിജ്ഞയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം റസൂലുള്ളാഹിന്റെ വാഹനപ്പുറത്ത് കയറുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ഓടിക്കുകയാണ് ഒട്ടകത്തെ അല്ലെങ്കിൽ കുതിരയെ. അതിന്റെ തൊട്ടുപിറകിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ ഇരിക്കുകയാണെന്ന്. ചെറുതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു അത്രയാകുല പൊന്നുമോനെ കുഞ്ഞുമോനെ ഇന്നൽ ഉമ്മത ലബിജതമഅത അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും നിനക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാ. ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് എന്തോ തരാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് കൂടുകയാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമകളില് ഞാനല്ലാത്ത ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടുകയാണ്. എന്തിന്? എനിക്ക് എന്തോ തരാൻ വേണ്ടിയിട്ടാണ്. അത് തരാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ സമൂഹവും ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹ് പറയുന്നു അത് നിനക്ക് കിട്ടൂല. അള്ളാഹു വിരിച്ചതല്ലാതെ നിനക്കത് കിട്ടൂല. ഇനി നേരെ തിരിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയാ. ലോകത്തുള്ള സർവരും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാ. ഭരണാധികാരികളും നിയമ സംവിധാനങ്ങളും നിയമപാലകരും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളും അതുപോലെ നീതിന്യായ കോടതികള് ഇതെല്ലാം നമുക്കെതിരെ വരുമെന്നിരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് പറയുകയാണ് ഇതൊന്നും നിങ്ങൾക്ക് ബാധിക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. ഉമ്മാന്റെ ഗർഭാശയത്തിനകത്ത് 4 മാസം എത്തുമ്പോ അല്ലാഹു നിനക്ക് എന്തെഴുതിയല്ലാത്തതൊന്നും നിനക്ക് സംഭവിക്കൂല. ലോകം മൊത്തം ഇളകി വരട്ടെ, ലോകം മൊത്തം ആടി ഉലയട്ടെ, കുടുംബാട്ടടിച്ചു വീശട്ടെ. നമ്മുടെ ഉമ്മയുടെ വയറ്റിനകത്ത് നമ്മൾ 7-ാം മാസം എത്തിയപ്പോ എന്താണോ പടച്ചോ നമുക്ക് എഴുതിയിട്ടുള്ളത് അതല്ലാത്തതൊന്നും നമുക്ക് സംഭവിക്കൂല. കാരണം എന്തെന്നറിയോ? ഉയർത്തപ്പെട്ടിരിക്കുകയാ. ഏത് ഉണങ്ങിയിരിക്കുകയാ. എഴുതപ്പെട്ട പേപ്പർ ഉണങ്ങിപ്പോയി. എഴുതിയ പേന ഉയർത്തിക്കളഞ്ഞു. ഇനി ആർക്കും എഴുതാനും ഉണക്കിയത് മായ്ക്കാനും കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങള് അള്ളാഹുവിന്റെ വിധി ഏതാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അത് അള്ളാഹു വിധിച്ചത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും സൂഉൽ ഖലാ വരാതെ അള്ളാഹുവിന്റെ വിനാശ വിധികൾ വരാതെ ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിധി വരുന്നതിന് മുമ്പ് ദുആ ചെയ്യേണ്ടത്. വിധി വരുന്നതിന് മുമ്പ് ദ്വാരക്കേണ്ടത്. വിധി വന്നു കഴിഞ്ഞാലോ പിടിച്ചു നിൽക്കലാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോ ദ്വാരക്കണം? അസുഖം വന്നിട്ടല്ല ദ്വാരക്കേണ്ടത്. കാര്യമില്ല. ഒരു അമ്മ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുടം കൊടുത്തിട്ട് പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ. വെള്ളമെടുക്കാൻ പോയ കുട്ടിയെ തിരിച്ചു വിളിച്ചു, അടുത്തേക്ക് വന്നപ്പോ അടി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു കുടം പൊട്ടിക്കാതെ വെള്ളം കൊണ്ടുവരണം. ആളുകൾ ചോദിച്ചു, എന്തിനാ കുട്ടിയെ തല്ലിയത്? കുടം പൊട്ടിയില്ലല്ലോ, പിന്നെന്തിനാ തല്ലിയത്? അപ്പോ ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുടം പൊട്ടിയിട്ട് അടിച്ചത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? പൊട്ടിയത് പിന്നെ തിരിച്ചൊട്ടുവോ? ഇല്ല. അപ്പൊ ഈ അടിയുടെ വേദന ഉള്ളിടത്തോളം കുടം പൊട്ടിക്കാൻ പാടില്ല, വെള്ളം കളയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരും. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ ഒരു വിധി. നമുക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കാവല തേടണം. വന്നാലോ പിടിച്ചു നിൽക്കലല്ലാതെ വേറെ നിവൃത്തിയില്ല.
അതുകൊണ്ട് മൂന്നാമത്തേത്, ഒന്നും രണ്ടും ഞാൻ ആദ്യം പറഞ്ഞു, അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ. മൂന്ന്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിനാശവിധികൾ, അള്ളാഹുവിന്റെ ശർറായ വിധികൾ. അത് വരുന്നതിന് മുമ്പ് നമ്മൾ കാവൽ തേടണം. പടച്ചവനെ നീ എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ എന്നെ കാക്കണേ പടച്ചവനെ. എപ്പോഴും നമ്മൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരു നാട്ടിൽ വന്നു. ഇപ്പൊ ഞാൻ ഇവിടെ, എന്റെ നാടല്ല പോത്തങ്കോട്, എന്റെ നാടല്ല, എന്റെ അയൽ നാടാണ്, പക്ഷെ എന്റെ നാടല്ല. നിങ്ങളിപ്പോ ഇപ്പൊ പൂലന്തറക്കാരാണ്, പോത്തങ്കോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നു, പോത്തങ്കോട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ കോഴിക്കോട് ഒരു ബിസിനസ്സിന് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്കൊരു കടയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സഹോദരിമാരൊരു കല്യാണത്തിന് പോയി, ബസ് കയറി കല്യാണത്തിന്റെ എവിടെയാണ് ദൂരെ, തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വെഞ്ഞാറമൂട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെ ആവട്ടെ, നിങ്ങളുടെ നാടല്ലാത്ത, നാടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ആ വസ്തു അല്ലാത്ത, നിങ്ങളുടെ പ്രദേശമല്ലാത്ത, നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഉള്ളതല്ലാത്തൊരു സ്ഥലം. അത് ചിലപ്പോൾ മുറ്റത്താകാം, കടയാകാം, ഇപ്പൊ JK ഓഡിറ്റോറിയം ആകാം, ക്രസന്റ് ആകാം, എന്തോ ആവട്ടെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. വേറൊരു സ്ഥലത്ത് നിങ്ങൾ പോയാൽ അള്ളാഹുവിന്റെ വിധി പ്രതികൂലമാകാതിരിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങുമ്പോ ഒരു ദുആ ചെയ്യണം. ഏതാ ദുആ എന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ നസല മൻസിലൻ, ഒരാൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ, ഞാനിപ്പോ വന്ന് വാഹനം ഇറങ്ങിയാൽ, ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് ചെറിയൊരു ദുആയാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ ദുആ ഒരാൾ ചൊല്ലിയാൽ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്ത്, സമ്പൂർണമായതിന്റെ കലിമത്ത് കൊണ്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി മാ ഖലഖ്, നിന്റെ മുഴുവൻ സൃഷ്ടികളുടെ ശർറിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. ഇതൊരാൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലം യളുറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? അവൻ ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുന്നത് വരെ ലം യളുറുഹു ശൈഉൻ, ഒന്നും അവന് സംഭവിക്കില്ല. എന്തൊരു സുരക്ഷിതത്വം നൽകുന്ന ദുആ. പഠിച്ചോളെ. ഉസ്താദിനോട് ചോദിച്ച ഉസ്താദ് എഴുതിത്തരും. വടക്കൻ ജില്ലകളിലൊക്കെ ചില പള്ളികളുണ്ട് ഉസ്താദെ, അവിടെയൊക്കെ മഗ്രിബ് ഈദും ബിസ്മില്ലാഹിൽ ലദീ ലാ യളുറു മഅ ഇസ്മിഹി എന്ന് തുടങ്ങുന്ന ആ ദുആയും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം പറഞ്ഞാൽ അവന് രാവിലെ ചൊല്ലിയ വൈകുന്നേരം വരെയും, വൈകുന്നേരം ചൊല്ലിയ രാവിലെ വരെയും അവന് ഒരു ബുദ്ധിമുട്ടും വരൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്.